ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡീക്കൻ ജിതിൻ നമ്പിയത്താണ്. വെൽക്കം. നമുക്കറിയാം, ഈ വർഷം ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി 15 ഡീക്കന്മാരാണ് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ജിതിൻ ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ദൈവവിളിയും ദൈവാനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങളും അദ്ദേഹം ദൈവവിളി സ്വീകരിച്ച വഴികളുമൊക്കെ നമ്മളോട് ചർച്ച ചെയ്യാനും സംസാരിക്കാനുമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജിതിന് ആദ്യമായി തന്നെ പ്രത്യേകമായി ഈ വർഷം പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമുക്ക് പ്രിയപ്പെട്ട ജിതിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ജിതിൻ, വീട്ടുപേര് നമ്പിയത്ത്, പുന്നക്കുന്തശ്ശേരി സെൻറ്റ് ജോസഫ് ഇടവാംഗമാണ്. അപ്പോൾ എൻ്റെ ദൈവവിളി ഇത്ര നാൾ ഒരു 12 വർഷക്കാലം, അല്ലെങ്കിൽ ഞാൻ +2 കഴിഞ്ഞാണ് സെമിനാരി ചേർന്നത്. ഒരു 10.5 കൊല്ലം സെമിനാരി കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ, പൗരോഹിത്യത്തോട് അടുത്ത് നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇവിടെ ആയിരിക്കുക. ഈശോയുടെ പൗരോഹിത്യം ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി ആഗ്രഹത്തോടെ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അതെ, ജിതിന് ഒത്തിരി എക്സൈറ്റ്മെൻറ്റ് കാണുമായിരിക്കും. കാരണം നമ്മുടെ രൂപതയിൽ ഏകദേശം 500-ൽ കൂടുതൽ വൈദികരുണ്ട്. വലിയ ദൈവവിളിയാൽ സമ്പന്നമായ ഒരു രൂപതയാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ സെമിനാരി പഠിക്കുന്ന കാലം തൊട്ട് ഞങ്ങളെല്ലാവരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒത്തിരി നമ്മുടെ പരിപാടികൾക്കെല്ലാം നിങ്ങളെ കാണുന്നതാണ്. ജിതിന് പഠിച്ച സ്കൂള് എവിടെയാണ് പഠിച്ചത്? പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? അങ്ങനെ സെമിനാരിയിൽ ചെയ്യുന്ന വർഷം അതൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായി. ഞാൻ പുന്നക്കുന്തശ്ശേരി ഇടവകയോട് ചേർന്നിരിക്കുന്ന മേരി മാത എൽ പി സ്കൂൾ, നമ്മുടെ അഡറേഷൻ സിസ്റ്റേഴ്സ്, SABS സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിലാണ് പഠിച്ചത് 1 മുതൽ 5 വരെ. അപ്പം അവിടെ നിന്ന് നമുക്ക് മാതാപിതാക്കളോടൊപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ പാതയിലൊക്കെ കൈപിടിച്ച് നടത്തിയത് നമ്മുടെ സിസ്റ്റേഴ്സൊക്കെയാണ്. സിസ്റ്റേഴ്സ് നമ്മുടെ മതാധ്യാപകരൊക്കെയാണ്. അപ്പം ആദ്യത്തെ ഒരു 7 കൊല്ലം ഞാൻ മരിമാത സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പുളിങ്കുന്ന്, നമ്മുടെ CMA അച്ഛന്മാരുടെ സ്കൂളാണ്, അവിടെ പഠിക്കാൻ സാധിച്ചു. അപ്പം ആ സമയത്തൊക്കെ കുറച്ചും കൂടെ ദൈവവിളിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും, ഇടയ്ക്ക് ഞങ്ങളുടെ അധ്യാപകരൊക്കെ, അല്ലെങ്കിൽ വൈദികർ ആയ അധ്യാപകരൊക്കെ ചോദിക്കും, അവർ നമ്മളെക്കുറിച്ച് ചോദിക്കാറുണ്ട്, സെമിനാരിയിലേക്ക് പോകുന്നുണ്ടോ, നമ്മുടെ കൂട്ടത്തിലൊക്കെ വരണം എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട് ആ സമയത്തൊക്കെ. അങ്ങനെ 10ാം ക്ലാസ് വരെ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പുളിങ്കുന്നിൽ എനിക്ക് പഠിക്കാൻ സാധിച്ചു. +1 +2 പഠിച്ചു. അത് പഠിച്ചത് കൊട്ടാരം സ്കൂളിലാണ്, NSHS കൊട്ടാരത്താണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, വീണ്ടും പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാമ്പിന് പോയി, സെലക്ഷൻ കിട്ടി. അങ്ങനെ ആദ്യത്തെ 12 കൊല്ലത്തെ നമ്മുടെ സ്കൂൾ ജീവിതം എനിക്ക് വിശ്വാസത്തിൽ കൂടി ഒന്ന് വളരുവാനൊക്കെ സഹായിച്ചു. മാതാപിതാക്കളോടൊപ്പം എൻ്റെ അധ്യാപകരും എൻ്റെ കൂട്ടുകാരുമൊക്കെ വിശ്വാസത്തിൽ എന്നെ വളർത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവവിളി അവരെന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വൈദികരും സിസ്റ്റേഴ്സും അധ്യാപകരും എൻ്റെ കൂട്ടുകാരും എല്ലാം തന്നെ ഇങ്ങനെ വിശ്വാസത്തിൽ വളർത്താൻ എൻ്റെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടുകാരും അധ്യാപകരുമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ജിതിൻ ദൈവവിളി സ്വീകരിക്കാനായിട്ട് ജിതിനെ പ്രത്യേക ഏതെങ്കിലും വൈദികരെ മാതൃകയാക്കാൻ പറ്റിയിട്ടുണ്ടോ? അതോ എന്താണ് അതിലേക്ക് വരാനുണ്ടായ ഒരു കാരണം, അതിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം തൊട്ടേ നമുക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു അച്ഛനാകാൻ വേണ്ടി, ചെറുപ്പം തൊട്ടേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മേരിമാത സ്കൂളിലാണ് ആദ്യം പഠിച്ചത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ പാതയിലൊക്കെ അവർ ഒത്തിരി നന്നായിട്ട് നമ്മളെ നയിച്ചിട്ടുണ്ട്, മാതാപിതാക്കളോടൊപ്പം തന്നെ. എൻ്റെ 9ാം ക്ലാസ് വരെ എൻ്റെ പള്ളിയിൽ എന്നെ വികാരിച്ചനായിട്ടിരുന്നത് ഫാദർ ജോസഫ് മുരിങ്ങേലച്ചനാണ്. അപ്പം നീണ്ട 25 വർഷത്തോളം കാലഘട്ടമൊക്കെ പുന്നക്കുന്തശ്ശേരി പള്ളിയിൽ വികാരിയായിട്ടിരുന്ന മനുഷ്യനാണ്, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ എൻ്റെ 9ാം ക്ലാസ് വരെ അച്ഛനായിരുന്നു എൻ്റെ വികാരി. അപ്പോൾ അച്ഛനെപ്പോഴും പള്ളി പറയും, പിതാവൊക്കെ പറയുമായിരുന്നു, പുന്നക്കുന്തശ്ശേരി ഒന്നും ഇല്ലാത്തൊരു പള്ളിയാണ്, പക്ഷെ അതെന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് വേണം ഇവിടുന്ന് വരാനെന്നൊക്കെ പറഞ്ഞാണ് പിതാവ് അച്ഛനെ അങ്ങോട്ട് വിട്ടത്. അപ്പോൾ ഒരു സെമിനാരിക്കാരൻ എന്ന നിലയിൽ ഞാൻ അച്ഛനെ കൂടെ നിന്നിട്ടില്ല. പക്ഷേ അല്ലെങ്കിൽ സൺഡേ സ്കൂളിൻ്റെ സമയത്തൊക്കെ 9ാം ക്ലാസ് വരെ അച്ഛനെ ഞാൻ ഒത്തിരി കണ്ടാണ് വളർന്നത്. അച്ഛൻ നമ്മുടെ സെമിനാരിക്കാരെയും വൈദികരെയും ഒക്കെ ഒത്തിരി ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ്, ഒത്തിരി സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ഇടവകയിൽ നിന്നുള്ള ഒത്തിരി ദൈവവിളിയുണ്ട്. അപ്പോൾ അവരൊക്കെ അച്ഛനെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകളും അച്ഛൻ അവരെ ചേർത്ത് നിർത്തിയ കാര്യങ്ങളുമൊക്കെ എന്നും ഒരു ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ട്. അപ്പം മുരിങ്ങേലച്ചനോട് എന്നും പുന്നക്കുന്തശ്ശേരി ഇടവക മുഴുവനും എന്നും മുരിങ്ങേലച്ചനോട് കടപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനും ഒത്തിരി അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്, അച്ഛനെ. അപ്പോൾ അച്ഛനെന്നും ദൈവവിളിക്കൊരു കാരണമായിട്ടുണ്ട്. അച്ഛൻ്റെ കഠിനാധ്വാനവും, അല്ലെങ്കിൽ അച്ഛൻ മറ്റു മനുഷ്യരോട് ഇടപെടുന്ന രീതിയും, ഒത്തിരി പ്രാർത്ഥിച്ച് ഒത്തിരി രോഗശാന്തിയൊക്കെ നൽകുന്ന, അല്ലെങ്കിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന
ഒരു രീതിയായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. അപ്പം അച്ഛൻ്റെ ജീവിതം എന്നും ഞങ്ങൾക്കൊരു മാതൃകയാണ്. പുന്നക്കുന്നശ്ശേരിയിലെ എല്ലാ വൈദികർക്കും പുന്നക്കുന്നശ്ശേരിയിൽ നിന്ന് ഒത്തിരി ദൈവവിളിയുണ്ട്. ആ ദൈവവിളിയും എല്ലാവർക്കും തന്നെ മുരിങ്ങയിലച്ചൻ എന്ന് പറയുമ്പോൾ അച്ഛൻ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വികാരം തന്നെയാണ് മുരിങ്ങയിലച്ചൻ. തീർച്ചയായിട്ടും ഇത്തിരി ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പുന്നക്കുരിശി ഇടവക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അച്ഛനാണ് മുരിങ്ങയിലച്ചൻ. അതുകൊണ്ട് തന്നെ ധാരാളം ദൈവവിളികൾ അവിടെ നിൽക്കുന്ന വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ധാരാളം പുന്നക്കുരിശിയിൽ നിന്ന് ഉണ്ടാകാനുള്ള ഒരു കാരണം അച്ഛൻ്റെ ആ 25 വർഷത്തെ നീണ്ടു നിൽക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയാണ്. എനിക്ക് തോന്നുന്നത് ആളുകൾ അത്രയും ഹൃദയത്തിൽ അച്ഛനെ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ അതിലേക്കുള്ള വരാനുള്ള ആളുകളും ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ജിതിന് ഒക്കെ അങ്ങനെ ആ തരത്തിൽ ഇതിനു മുമ്പും നമ്മുടെ രൂപതയ്ക്കും മറ്റ് സന്യാസ സമൂഹങ്ങൾക്കൊക്കെ ഒത്തിരി ദൈവവിളികൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ രൂപതയിൽ തന്നെ ഒരുപാട് ദൈവവിളികളുള്ള ഒരു ഇടവകയാണ് പുന്നക്കുരിശി. ഇപ്പോൾ പുതിയ ദേവാലയത്തിലൊക്കെയാണ്. അപ്പം പട്ടമൊക്കെ നടക്കാൻ പോകുന്ന ആ ദേവാലയത്തിലാണ് എനിക്കൊന്ന് ടോണി പുതുവെട്ടികൾ അച്ഛൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞ് അടുത്ത ഓർഡിനേഷൻ നടക്കുന്നത് ജിതിൻ നമ്പ്യത്തിൻ്റെയാണ്. എനിക്ക് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വീട്ടിലാരൊക്കെയുണ്ട്, സഹോദരങ്ങൾ ആരൊക്കെയാണ്, അതൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ വല്യമ്മച്ചി പപ്പായുടെ അമ്മ, പിന്നെ പപ്പ, മമ്മി, പിന്നെ അനിയനാണുള്ളത്. വല്യപ്പച്ചൻ ഞാൻ ഒരു 5ാം ക്ലാസ് പഠിക്കും മരിച്ചുപോയി. ഇത്രയും പേരാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. വല്യമ്മച്ചി ഒത്തിരി ഇപ്പോൾ രോഗത്തിൻ്റെ ഒക്കെ അവസ്ഥയിലാണെങ്കിലും വല്യമ്മച്ചിയൊക്കെ ഒത്തിരി തീഷ്ണതയോടെ അല്ലെങ്കിൽ എൻ്റെ പട്ടം കാണാൻ വേണ്ടി, ഞാൻ അച്ഛനാകുന്ന കാണാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വല്യമ്മച്ചി വീട്ടിലുണ്ട്. പക്ഷേ കിടപ്പാണെങ്കിൽ പോലും എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞാൻ സെമിനാരിൽ പോയ കാലം തൊട്ട് അതിന് മുമ്പ് തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വല്യമ്മച്ചി എന്നും എനിക്കൊരു ബലമാണ്. അതുപോലെ തന്നെ എൻ്റെ അച്ചാച്ചനും മമ്മിയും രണ്ടുപേരും എന്നും ഞാൻ സെമിനാരിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു തടസ്സവും കൂടാതെ നീ ധൈര്യമായിട്ട് വെക്കൂ എന്ന് പറഞ്ഞ് എൻ്റെ അപ്പനും അമ്മയും രണ്ടുപേരെയും ഒത്തിരി അവർ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും അവരുടെ ജീവിതത്തിലില്ല. ഒത്തിരി കഷ്ടപ്പെട്ട് ആണ് അവർ എന്നെ എൻ്റെ അനിയനെ വളർത്തിയത്. അച്ചാച്ചൻ ഓട്ടോയാണ് ഓടിക്കുന്നത്, പിന്നെ കൃഷി ചെയ്യുന്നുണ്ട്. അമ്മ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒത്തിരി കഷ്ടപ്പെട്ടാണ് എൻ്റെ അനിയനെ വളർത്തിയത്. അനിയനിപ്പോൾ അവനിപ്പോൾ നേഴ്സിംഗ് പഠിച്ചു. ഇപ്പം കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു സാഹചര്യം. അപ്പം എൻ്റെ മാതാപിതാക്കൾ വിശ്വാസത്തിൽ എന്നെ വളർത്തുന്നതിന് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും പോലെ തന്നെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് ഉറപ്പുള്ള 2 വ്യക്തികളാണ് എൻ്റെ അപ്പനും അമ്മയും. അതുപോലെ എൻ്റെ വല്യമ്മച്ചിയും അനിയനും എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്ന, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന 2 പേരാണ്. 2025 ഇപ്പോൾ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലിയും കൂടെയാണ്. അപ്പോൾ അതെന്നും തീർച്ചയായിട്ടും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു വലിയൊരു ഭാഗ്യമാണ് 2025 തന്നെ പൗരോഹിത്യം സ്വീകരിക്കുന്നു എന്നുള്ളത്. മറ്റു കാര്യങ്ങൾ നമ്മുടെ രൂപതയിലെ വൈദികനാകുന്നതിന്, അത് മറ്റ് സന്യാസ സമൂഹങ്ങളിലൊക്കെ ക്യാമ്പിന് പോയിട്ടുണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തന്നെ വൈദികനാകണമെന്ന് ആഗ്രഹിച്ചത്? അങ്ങനെ വല്ല കാരണമുണ്ടോ? എനിക്ക് എൻ്റെ ഉള്ളിൽ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി തന്നെ അച്ഛനാവണം തന്നെ ആഗ്രഹം. അപ്പോൾ പക്ഷേ ഞാൻ സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ അച്ഛന്മാർ പറയുമായിരുന്നു CMA അച്ഛന്മാർ സ്കൂളാണ്, അപ്പോൾ അങ്ങോട്ടൊക്കെ വരണമെന്ന് പറയുമായിരുന്നു. കാരണം അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഉറപ്പായിട്ടും ദൈവവിളിയിൽ ഒരു ഇത് കാണിക്കുമ്പോൾ CMAയിലെ അച്ഛന്മാർ ചോദിക്കും. അച്ഛന്മാർ ഒത്തിരി സ്നേഹത്തോടെ തന്നെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ക്യാമ്പിനും പോയിട്ടുള്ളതാണ്. പക്ഷേ അപ്പോൾ നമ്മുടെ എന്നാലും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി തന്നെ അച്ഛനാവണം എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പെട്ടെന്ന് പറ്റുമായിരുന്നു ചങ്ങനാശ്ശേരി വേണ്ടി പോകണം. പക്ഷേ അവർക്കൊക്കെ നമ്മളൊരു സ്നേഹമാണ്. ഇപ്പോഴും അവിടുത്തെ അച്ഛന്മാരൊക്കെ നമ്മളൊരു സ്നേഹമാണ്. നമ്മുടെ ക്ലാസ് അധ്യാപകരുണ്ട്, CMA അച്ഛന്മാർ, അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. ഇപ്പോഴും നമ്മൾ വിളിക്കുന്നവരുണ്ട്, നമ്മൾ സംസാരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയുള്ള സ്നേഹം, ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി അച്ഛനാകുമെന്ന് പറയുന്നത് ഭയങ്കര അഭിമാനത്തോടെയാണ് കാണുന്നത്. കാരണം ഒത്തിരി നല്ല സ്നേഹം നിറഞ്ഞൊരു പ്രസ്ബിറ്റേറിയനാണ് നമുക്കുള്ളത്. അച്ഛന്മാരെല്ലാം ഭയങ്കര പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, പിതാവ് എന്തു പറയുന്നു അതിനോട് ചേർന്ന് നിന്ന് അനുസരണയോടെ നിൽക്കുന്ന പരസ്പരം സ്നേഹമുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത അച്ഛന്മാർ. അതുകൊണ്ട് തന്നെ ആ ഒരു സമൂഹത്തിലേക്ക് ഒരു വൈദികനായി എത്തുന്നതെന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. ഇടവക പട്ടത്തിലേക്ക് ചങ്ങനാശ്ശേരി നമ്മളിപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇടവക കേന്ദ്രീകരിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അങ്ങനെ ഇപ്പോൾ ഇനിയിപ്പോൾ ജിതിൻ പൗരോഹിത്യം സ്വീകരിക്കാൻ പോവുകയാണ് ഉടനെ തന്നെ. അപ്പോൾ ഇപ്പം തന്നെ പള്ളിയിലേക്ക് അയക്കപ്പെടും. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടവക പട്ടം സ്വീകരിച്ചതിനകത്ത് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഒരു ഇടവക വൈദികനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് മറ്റ് തിരക്കുകളേക്കാൾ ഉപരിയായിട്ട് ജനങ്ങളോട് കൂടെ ആയിരിക്കുക, ഇടവക വിശ്വാസികളുടെ കൂട്ടത്തിലായിരിക്കുക, അവരെ സഹായിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരെ സഹായിക്കുക, അവരെ വിശ്വാസത്തിൽ അവരെ കൈപിടിച്ച് നടത്തുക. അങ്ങനെ മനുഷ്യരോട് കുറച്ചും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റും എന്നൊരു ബോധ്യമുണ്ട് എനിക്ക്. ഇടവക സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇടവക വികാരിയായിട്ടൊക്കെ ഇരിക്കുമ്പോഴും അങ്ങനെ ഒരു ബോധ്യം എനിക്കുണ്ട്. മറ്റു മനുഷ്യരെ കുറച്ചും കൂടെ അറിയാനും സ്നേഹിക്കാനും ഒക്കെ പറ്റും.
അവരെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരെ സഹായിക്കാനൊക്കെ പറ്റും എന്നുള്ള ബോധ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഇടവക വൈദികനായിട്ട് ജീവിക്കാൻ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് തീർച്ചയായിട്ടും പൗരോഹിത്യ ശുശ്രൂഷകൾ എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എങ്കിലും നമുക്കറിയാം ഒത്തിരി വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ഇടവകയിലൊക്കെ പ്രവർത്തിക്കുമ്പോഴും ആളുകളുടെയൊക്കെ ആ ഒരു മൈൻഡൊക്കെ മാറി, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ മാറി, വിദേശത്തേക്ക് ഒത്തിരി പേര് പോയി. നമ്മുടെ പല പള്ളികളിലുമൊക്കെ ആളുകളൊക്കെ കുറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒത്തിരി വെല്ലുവിളികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ വെല്ലുവിളികളൊക്കെ മനസ്സിലുണ്ടോ? വെല്ലുവിളികൾ പൗരോഹിത്യം എന്നും വെല്ലുവിളി നിറഞ്ഞതാണ്. അത് അന്ന് മുതൽ എന്നും വെല്ലുവിളി നിറഞ്ഞതാണ് പൗരോഹിത്യം. അത് ഇന്ന് മാത്രമല്ല, എന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ വെല്ലുവിളികളെ ഒക്കെ വരുമ്പോൾ അത് ഈശോ വിശ്വസിച്ചുകൊണ്ട് അവൻ കൈപിടിച്ച് നടത്തും എന്ന ബോധ്യത്തിൽ ഇപ്പോൾ പറ്റും എന്നൊരു ബോധ്യം, അല്ലെങ്കിൽ ഒരു വിശ്വാസം, അല്ല അവൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നടന്നാൽ, നമ്മൾ മനുഷ്യരോട് എളിമയോടും സ്നേഹത്തോടൊക്കെ സംസാരിച്ചാൽ, ഇടപെട്ടാൽ എന്നും പൗരോഹിത്യത്തിന് വിലയുണ്ട്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ആളുകൾക്കെന്നും വിശുദ്ധിയിലും വിശ്വാസത്തിലും ഒക്കെ ജീവിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന എളിമയുള്ള വൈദികരെ എന്നും ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം ഈശോയെ പോലെ ജീവിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ പാതയിൽ നടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പൗരോഹിത്യം എന്നും നമ്മുടെ സമൂഹത്തിൽ വിലയുള്ളതാണ്. അവരെന്നും നമ്മളെ ഒത്തിരി ചേർത്ത് നിർത്തും, ഹൃദയത്തിൽ എന്ന പോലെ ചേർത്ത് നിർത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഭാവം നടിക്കാതെ ഒത്തിരി എളിമയിലും സന്തോഷത്തിലും അല്ലെങ്കിൽ മറ്റു മനുഷ്യരോടൊക്കെ സ്നേഹത്തിൽ വർത്തിക്കുമ്പോൾ പൗരോഹിത്യത്തിലെ വെല്ലുവിളികളൊക്കെ മാറി നമ്മൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ പള്ളിയിൽ ഈ പേടക പ്രയാണം നടക്കായിരുന്നു. അപ്പോൾ ഒരു വാർഡിൽ ഒരു കൂട്ടായ്മയിൽ വീടുകളിൽ സന്ദർശിക്കാൻ പോയ കൂട്ടത്തിൽ ഒരു ആൻറ്റി എന്നോട് പറയുണ്ടായ കാര്യമാണ്, ഞങ്ങൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന പൗരോഹിത്യമാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത്. കാരണം ആളുകൾ അത്രയും ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി, അവരുടെ സാഹചര്യങ്ങളൊക്കെ ഇപ്പം ജിതിൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു പൗരോഹിത്യ ജീവിതം, അങ്ങനെ പൗരോഹിത്യം ജീവിക്കുന്നതാണ് അവർക്കിഷ്ടം. അവർക്കിടയിലൂടെ ശുശ്രൂഷ ചെയ്യുക, ഈശോ നടന്നതുപോലെ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജിതിൻ പറഞ്ഞ കാര്യം ഞാനും ഇങ്ങനെ ചോർക്കുമായിരുന്നു. കാരണം എളിമയോടുകൂടി അവർക്കിടയിലേക്ക് ഇറങ്ങുന്നതാണ് പൗരോഹിത്യം. അപ്പോൾ അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു പൗരോഹിത്യ ജീവിതം തന്നെ ആയിരിക്കട്ടെ ജിതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും വിജയകരമായിരിക്കും. കാരണം ആളുകൾക്ക് അതാണ് താല്പര്യം, ദൈവജനത്തിൻ്റെ ഇഷ്ടവും അത് തന്നെയാണ്. അപ്പം അങ്ങനെ ഇറങ്ങി ആളുകൾക്കിടയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയട്ടെ. ജിതിന് എവിടെയൊക്കെ സെമിനാരികളിൽ ഏത് വർഷം സെമിനാരി ചേർന്നു, പഠിച്ച സെമിനാരികൾ ഏതൊക്കെയാണ്, അതൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ 2015 എൻ്റെ +2 പഠനം കഴിഞ്ഞിട്ടാണ് ഞാൻ സെമിനാരി ചേർന്നത്. ആദ്യം നമ്മുടെ കുറിച്ചി സെമിനാരിയിൽ ഒത്തിരി വൈദികർ പഠിച്ചിറങ്ങിയ. ഏത് വർഷമായിരുന്നു? 2015 കുറിച്ചി സെമിനാരിയിൽ പഠിച്ചു. അപ്പോൾ ഞങ്ങൾക്കൊരു ഭാഗ്യം കിട്ടി. ഞങ്ങൾ സെമിനാരിയിൽ വെച്ച് തന്നെ ഡിഗ്രി പഠിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളുടെ ബാച്ചുകാർ SP കോളേജിൽ പോയി ഫസ്റ്റ് ഇയർ കഴിഞ്ഞത് 3 വർഷത്തേക്ക് സുവോളജി പഠനം നടത്താൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം ആലുവ സെമിനാരിയിൽ 2 വർഷം ഫിലോസഫി ചെയ്തു. വീണ്ടും 1 വർഷക്കാലം നമ്മുടെ സെൻറ്റ് ജോസഫ് ഓർഫനേജ് പുതുശ്ശേരിയിൽ റീഎൻസി ചെയ്തു. അതിനുശേഷം 3.5 വർഷം തിയോളജി പഠനം സത്യന സെമിനാരിയിൽ നടത്തുവാൻ എനിക്ക് സാധിച്ചു. വളരെ സന്തോഷത്തോടെയാണ് ഈ സെമിനാരി കാലഘട്ടം കടന്നുപോയത്. കാരണം നമ്മൾ സഹോദരന്മാർ ഒന്നിച്ച് വസിക്കുന്ന ഇടം ഒത്തിരി മനോഹരവും ശ്രേഷ്ഠവുമാണ്, നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സെമിനാരി കാലഘട്ടം വളരെ നീണ്ട കാലഘട്ടം നമുക്ക് തോന്നും. പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് കടന്നു പോകും. കാരണം നമുക്ക് സങ്കടങ്ങളും നമുക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടായാലും, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളിലും ഒക്കെ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബ്രദേഴ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ബാച്ചുകാരും നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഒന്നിച്ച് വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബം പോലെ തന്നെ നമുക്ക് തോന്നി. കുടുംബത്തിൽ നമ്മൾ ഇത്ര നാൾ ജീവിച്ച് നമുക്ക് ഒത്തിരി നീണ്ട കാലഘട്ടം തോന്നാറില്ല, ഒരു കാലഘട്ടമായിട്ട് തോന്നാറില്ല എത്ര വർഷം ജീവിച്ചാലും കുടുംബത്തിൽ. അതുപോലെ തന്നെ നമ്മൾ സെമിനാരിലായിരിക്കുമ്പോഴും ഈ കാലഘട്ടം ഒത്തിരി വലുതായിട്ട് തോന്നാറില്ല. കാരണം ഇവരെല്ലാം ഒന്നിച്ച് സന്തോഷത്തോടെ ഒരു കുടുംബം പോലെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടം അത്ര വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒത്തിരി സന്തോഷത്തോടെ ബാച്ചുകാരുടെ കൂട്ടത്തിലും ബാക്കി സെമിനാരിക്കാരുടെ കൂട്ടത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സെമിനാരി കാലഘട്ടം ഒത്തിരി സന്തോഷം നിറഞ്ഞതും ഒത്തിരി അനുഭവങ്ങളൊക്കെ നിറഞ്ഞതായിട്ട് എന്നും എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയാണ് ചിന്തിക്കുക. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ ബാച്ചിലുള്ള 17 പേരും 17 ഇടവക എന്നുള്ളവരാണ്. അപ്പോൾ അത്രയും പേരെ പരിചയപ്പെട്ടല്ലോ, അല്ലെങ്കിൽ അത് കൂടുതൽ ആളുകൾ നമ്മുടെ സെമിനാരി പഠിക്കുന്ന സമയത്ത് അത്രയേറെ പരിചയപ്പെട്ടു. എനിക്കൊന്ന് സെമിനാരി ജീവിതം ഭയങ്കര എൻജോയ്മെൻ്റ് ആയതാണ്. നമ്മൾ എല്ലാവരോടൊപ്പം ഉള്ള ആ ജീവിതം അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ശുശ്രൂഷ മേഖല. കാരണം അവിടെ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളെ കാണും, പല ഏജിൽ ഗ്രൂപ്പിലുള്ള ആളുകളെ കാണും, കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ശുശ്രൂഷകൾ വ്യാപിപ്പിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഈ സെമിനാരി പഠിക്കുന്ന കാലത്ത് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത വർഷങ്ങളിൽ ഇപ്പോൾ ഈ ഡീഗനായി കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങനെ എന്തെങ്കിലും പൗരോഹിത്യം ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ? പൗരോഹിത്യത്തിൽ നമ്മൾ കാലെടുത്ത് വെക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ.
അപ്പം നമ്മൾ കൂടുതലും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പം ആദ്യത്തെ കുറേ വർഷങ്ങൾ നമ്മൾ കൊച്ചന്മാരായിട്ട് വികാരിച്ചന്മാർ, അപ്പോൾ വികാരിച്ചന്മാർ ഒക്കെ പറയുന്നത് കേട്ട് അവരിൽ നിന്നൊക്കെ പഠിച്ച്, അല്ലെങ്കിൽ നമുക്ക് തിരുത്തലുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ പടവുകളൊക്കെ കയറാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോ ചുവടുകളും അത് ഉറപ്പിച്ച് തന്നെ മുമ്പോട്ട് പോകണം എന്ന ഒരു ലക്ഷ്യമൊക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിന് വികാരിച്ചന്മാരും നമ്മുടെ ഇടവചനവും നമ്മുടെ യൂത്ത് അംഗങ്ങളൊക്കെ നമ്മളെ സഹായിക്കും എന്ന ഉറപ്പ് എനിക്കുണ്ട്, ഒരു ബോധ്യമുണ്ട്. ഇപ്രകാരം അങ്ങനെ പൗരോഹിത്യം ജീവിക്കുമ്പോൾ അത് എന്നും അത് അൽത്താരയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഏത് മേഖലകളായാലും നമ്മുടെ കഴിവുകളൊന്നുമല്ല, മറിച്ച് നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെ എല്ലാം ഈശോ പ്രവർത്തിക്കും നമുക്ക് വേണ്ടി. നമ്മൾ ഈശോ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. അപ്പം നമ്മൾ അവന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഏത് മേഖലയിലായാലും അവിടെ എല്ലാം അവൻ വിജയം നൽകും. കർത്താവ് കൂടെ ഉള്ളപ്പോൾ നമുക്ക് വിജയം നൽകും എന്ന ഉറപ്പെനിക്കുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് പൗരോഹിത്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇടവകയിൽ എങ്ങനെയായിരുന്നു ജിതിൻ്റെ രീതികൾ? അതായത് ഞാൻ ചോദിക്കുന്നത്, അവിടെ എന്തെങ്കിലും ഇപ്പം നമ്മൾക്കിപ്പം ഒത്തിരി സംഘടനകളൊക്കെ ഉണ്ട്, മിഷൻ ലീഗ് അങ്ങനത്തെ സംഘടനകളൊക്കെ ഉണ്ട്. ആ സംഘടനകളൊക്കെ എന്തെങ്കിലുമൊക്കെ ദൈവവിളിയിലേക്ക് വളർത്തിയിട്ടുണ്ടോ? ഇടവകയിൽ ആദ്യത്തെ മിഷൻ ലീഗ് സംഘടനകളൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വീണ്ടും അതിനുശേഷം 10ാം ക്ലാസ് തൊട്ട് തന്നെ യുവദീപ്തിയിലൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങി നമ്മൾ പ്രവർത്തിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ വീണ്ടും +2 കഴിയുമ്പോൾ സിമിനാരി ചേർന്നു. ഒത്തിരി കാര്യമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും ആ സമയങ്ങളിലൊക്കെ സൺഡേ സ്കൂളുകളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും സൺഡേ സ്കൂൾ നമ്മളെ ശക്തിപ്പെട്ട് മുമ്പോട്ട് വരാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകർ നമ്മുടെ മാതാപിതാക്കളൊപ്പം തന്നെ നമ്മളെ കൈപിടിച്ച് നടത്തുന്നവരാണ് അവർ വിശ്വാസത്തിലൊക്കെ. അപ്പോൾ അവർ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. നമ്മൾ വിശ്വാസോത്സവങ്ങൾ ഒക്കെ ഒരു വളരാനുള്ള അവസരം, മുമ്പോട്ടൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മുമ്പോട്ട് വരാനും ഒക്കെ ഒരു അവസരമായിരുന്നു അതെല്ലാം. അപ്പോൾ അങ്ങനെ ആ ഒരു 12 വർഷക്കാലം സൺഡേ സ്കൂളിൻ്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ പിന്നെ +1 +2 സമയത്ത് ഒക്കെ സംഘടനകളിലൊക്കെ അല്പം രീതിയിലൊക്കെ പ്രവർത്തിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. കാരണം ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പൊന്നുകുന്നശ്ശേരി പള്ളിയിൽ പണ്ട് ബ്രദേഴ്സ് ഒന്നും വീട്ടിൽ പോലും പോകത്തില്ലായിരുന്നു. കാരണം അത്രയേറെ പള്ളിയോട് വളരെ അറ്റാച്ച്ഡ് ആയിട്ട് ആയിരുന്നു. കാരണം പള്ളിയിലെ കാര്യങ്ങൾ, ശുശ്രൂഷകൾ, അല്ലെങ്കിൽ എവിടെ എന്ത് കാര്യമാണെങ്കിലും അതിപ്പോൾ എനിക്കൊന്ന് അവിടെ ആ സമയം അവിടെ ചിലവഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പഴയ നമ്മുടെ അച്ഛന്മാരൊക്കെ നമ്മുടെ പുന്നകുശ്ശേരിയിലുള്ള വൈദികരൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അവർ മിക്കപ്പോഴും പള്ളിയുമായിട്ടാണ് അവരുടെ ജീവിതം കോൺസെൻട്രേറ്റ്, അവധിക്കാലത്തൊക്കെ വരുമ്പോഴാണേലും പള്ളിയുമായിട്ടായിരുന്നു കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. അങ്ങനെ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ അങ്ങനെ പള്ളിയോട് അത്ര അറ്റാച്ച്ഡ് ആണോ? ഞാൻ നിങ്ങൾക്ക് താഴെ വരുന്ന കുട്ടികളൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്നും പള്ളിയിൽ എന്നും ഒരു ഗ്രൗണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും കളിക്കാനൊക്കെ ആയിട്ട് പിള്ളേർ എപ്പോഴും പള്ളി വരുന്നുണ്ട്. പക്ഷേ പഴയപോലെ അത്രയും ഇല്ല. കാരണം എന്ന് വെച്ചാൽ യുവാക്കളൊക്കെ കൂടുതലും, നമ്മുടെ യുവജനങ്ങൾ കൂടുതലും പുറത്താണ്, വിദേശത്തൊക്കെയാണ്. അതുകൊണ്ട് പഠനത്തിനായിട്ട് ജോലിക്കായിട്ട് അവർ പുറത്താണ്. അതുകൊണ്ട് തന്നെ യുവജനങ്ങൾ പൊതുവെ നമുക്ക് കുറവാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന കൂട്ടത്തിലായിരുന്നു ചെറുപ്പത്തിലൊക്കെ? ചെറുപ്പകാലങ്ങളിൽ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പള്ളിയിൽ പോകാൻ ശ്രമിക്കുമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ പള്ളിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിടുമായിരുന്നു. അങ്ങനെയൊക്കെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകാനും അങ്ങനെ അൽത്താരപാലനൊക്കെ ആകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് മുരിങ്ങയിലച്ചനും അല്ലെങ്കിൽ നമ്മുടെ അത് കഴിഞ്ഞിട്ട് വന്ന മധുരാത്തൂഴി അച്ഛൻ, വീണ്ടും ഒരു 11 വർഷത്തെ കാലം ചോണി മണിയഞ്ചിറ അച്ഛൻ. അപ്പോൾ ഈ അച്ഛന്മാരെല്ലാം നമ്മളെ എന്നും ചേർത്ത് നിർത്തിയിട്ടുള്ളൂ. പള്ളിയോട് നമ്മൾ ചേർന്ന് ഇറങ്ങിയ ഒരു കാരണം നമ്മുടെ വികാരിച്ചന്മാരാണ്. അവരെന്നും നമ്മളെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ തെക്കേടത്തച്ഛനാണെങ്കിലും ഒത്തിരി സ്നേഹത്തോടെയാണ് നമ്മുടെ പട്ടത്തിന് വേണ്ടി ഒരുങ്ങുന്നതും പള്ളിയെ ഒരുക്കുന്നതും എല്ലാം ഒത്തിരി സ്നേഹത്തോടെയാണ്. എന്നുകൊണ്ട് തന്നെ പള്ളിയോടെന്നും ചേർന്ന് നിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഇന്നും സാധിക്കുന്നുണ്ട്. ജിതിന് ഇഷ്ടം നമ്മളിപ്പോൾ തിയോളജിയൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം അതിൻ്റെ പരീക്ഷകളെല്ലാം പൂർത്തിയാക്കി. അങ്ങനെ വലിയ പരീക്ഷകൾ കഴിഞ്ഞിരിക്കുക അല്ലേ? കോംപ്രിഹെൻസീവ് എക്സാം ഒക്കെ കഴിഞ്ഞു. കുമ്പസാരം എന്ന് പറയുന്ന കൂടാശയുടെ വലിയൊരു പരീക്ഷ കഴിഞ്ഞു. നമ്മുടെ ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാമെന്ന് എനിക്കറിയത്തില്ല. വലിയൊരു പരീക്ഷ കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഹൃദയത്തിൽ സ്പർശിച്ച വചനം ഏതെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം അത് പഴയ നിയമത്തിലുണ്ട്. അത് പരിശുദ്ധ കന്യാമറിയം ഒരു കൂട്ടർ വചനം തന്നെയാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അത് പരിശുദ്ധ കന്യാമറിയത്തിന് പരിശുദ്ധാത്മാവ് ആവാസത്തിന് ശേഷം ഗർഭിണിയായി അവൾ ഒത്തിരി സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിനെ തികവിൽ പറയുന്ന വചനമാണത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒത്തിരി ബലഹീനരാണ്, അയോഗ്യതകളൊക്കെ ഉള്ളവരാണ്. പക്ഷേ എങ്കിലും പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ അവൻ നൽകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നും അവനെ നമ്മൾ പ്രകീർത്തിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനം, പഴയ നിയമത്തിൽ നമുക്കറിയാം, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് അവർ
അവരെ അടിമത്തത്തിന് തിരിച്ചു വരിക, ഒരു ആരാധിക്കുന്ന ഒരു സമൂഹമാകാൻ വേണ്ടി നമ്മളും ഒരു ആരാധിക്കുന്ന ഒരു വിശുദ്ധ ജനമായിട്ട് മാറുക. അതാണ് നമ്മുടെ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണല്ലോ, പേടിയുണ്ടോ? പേടിയില്ല, പക്ഷേ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാമെന്നൊരു ഉറപ്പുണ്ട്. കാരണം ഇനിയിപ്പം പള്ളിയിലേക്ക് പോകുമ്പം ഒരു എല്ലാ ഡിഫറെൻ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല തരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നു. ഏജ് ഗ്രൂപ്പ്, ഇപ്പം നമ്മളിപ്പോൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ മാതൃവേദി, പിതൃവേദി, കുട്ടികളുടെ ഒരു സമൂഹം, യുവജനങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള ആളെ, അപ്പോൾ ഇവരെല്ലാം നമ്മൾ പള്ളിക്കുള്ളിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ അതൊരു വലിയൊരു ടാസ്ക് ആണല്ലോ. അവരെ ഏത് തരത്തിലുള്ള സുവിശേഷവൽക്കരണം അല്ലെങ്കിൽ ആ ഇവഞ്ചലൈസേഷൻ രീതികൾ ഉപയോഗിച്ച്, പല കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അവരെ ദേവാലയത്തിൽ എത്തിക്കണം, അവരെ ദേവാലയത്തോട് ചേർത്ത് നിർത്തണം. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും പേടിയുണ്ട്. കാരണം ഇത്രയും നമ്മൾ പൗരോഹിത്യ ശുശ്രൂഷകളിലേക്ക് മുന്നോട്ട് പോകുമ്പോഴും ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത്, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ച് പേടിച്ചിട്ടുണ്ടോ? വെച്ചാൽ നമ്മളിപ്പം കാലെടുത്ത് വെക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു ജനത്തെ അല്ലെങ്കിൽ കുട്ടികളെ, യുവജനങ്ങളെ ഒക്കെ കൃത്യമായിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമുക്ക് ധാരണകളൊന്നുമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ സീനിയർ അച്ഛന്മാരുണ്ട്, നമ്മുടെ വികാരിച്ചനുണ്ട്, അവരൊക്കെ നമ്മളെ പഠിപ്പിക്കും കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും, നമ്മുടെ ജനങ്ങൾ നമ്മളെ കുറേ കാര്യം പഠിപ്പിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കുറേയൊക്കെ പഠിച്ചെടുക്കാം, അങ്ങനെ മുമ്പോട്ട് പോകാം എന്നൊരു ബോധ്യമാണ് എനിക്കുള്ളത്. ഇതുവരെ നമ്മളെ വിളിച്ചവൻ നമ്മളോട് വിശ്വസ്തനായിരുന്നു, നമ്മളെ ഇതുവരെ വഴി നടത്തി. ആ ദൈവം തന്നെ നമ്മളെ വീണ്ടും വഴി നടത്തിക്കോളും. എത്ര ദുർഘടമായ പാതകളാണെങ്കിലും അവിടെയെല്ലാം അവൻ നമ്മളെ കൈപിടിച്ച് നടത്തിക്കോളും. പിന്നെ നമ്മുടെ വൈദികരും നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ ജനങ്ങളും നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. ഇപ്രകാരം വിളിച്ചവൻ്റെ പാതയിൽ വിശ്വസ്തനായിരുന്നു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ജിതിന് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരാൻ ആഗ്രഹിച്ചെങ്കിൽ +2 കഴിഞ്ഞാണ് സെമിനാരിൽ ചേരുന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കിപ്പോൾ ഇഷ്ടംപോലെ സാധ്യതകളൊക്കെ ഉണ്ട്. ഒത്തിരി പേര് നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ളവരൊക്കെ തന്നെ വലിയ സാലറിയിലും അല്ലെങ്കിൽ വലിയ കാര്യങ്ങളിലൊക്കെ അവർ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് പോകാമായിരുന്നെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ വേറൊരു ജോലിക്ക് പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം പൗരോഹിത്യം ഇഷ്ടപ്പെട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ സെമിനാരി കാലഘട്ടത്തിൽ അതെന്നും ആസ്വദിച്ച് തന്നെയാണ്, പൗരോഹിത്യം സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടെ ആസ്വദിച്ച് തന്നെയാണ് പോയത്. പക്ഷേ നമുക്ക് വെല്ലുവിളികളോ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളൊന്നും ഇല്ലെന്നല്ല. പക്ഷെ അവിടെയെല്ലാം നമ്മുടെ ദൈവം കൈപിടിച്ച് നടത്തി. നമ്മുടെ ബാച്ചുകാരും നമ്മുടെ അധ്യാപകരും നമ്മുടെ വൈദികരും ഒക്കെ പഠിപ്പിച്ചവരും ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തേക്ക് പോകണം അങ്ങനെയൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു സന്തോഷത്തോടെ തന്നെ പൗരോഹിത്യം സ്വീകരിക്കണം എന്ന ഒരു പാതയിലൂടെ സ്വീകരിക്കണം എന്ന ബോധ്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഇവിടം വരെ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പുന്നക്കുന്നിശ്ശേരി ഇടവകയിൽ മാത്രമല്ല, എല്ലായിടത്തും ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ അത് വലിയ പ്രചോദനമാകട്ടെ. ഞങ്ങൾ പട്ടത്തിന് വിളിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. എൻ്റെ പട്ടം ഡിസംബർ 26-ാം തീയതി ആദ്യത്തെ പട്ടമാണ്. ഡിസംബർ 26-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:15-നാണ്. നമ്മുടെ സ്വന്തം അഭിവന്ധ്യ തറയിൽ പിതാവാണ് പട്ടം നൽകുന്നത്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പം എൻ്റെ പട്ടത്തിൻ്റെ ദിവസങ്ങളൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 26 എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം പള്ളിയിലാണെങ്കിലും വികാരിച്ചൻ്റെ നേതൃത്വത്തിൽ ഒത്തിരി ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒത്തിരി കമ്മിറ്റികളൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒത്തിരി വിശുദ്ധിയോടെ എളിമയോടെയൊക്കെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന് പൗരോഹിത്യം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അത് പൂർണ്ണ ആവേശത്തോടെ തന്നെ അത് സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഒത്തിരി സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ഇത്ര നാളും മുന്നോട്ട് പോയപ്പോൾ പൗരോഹിത്യ പരിശീലന വഴികളിലായിരുന്നു. അതിന് മുമ്പും ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും വിശുദ്ധരൊക്കെ പ്രത്യേകിച്ച് പേരിന് കാരണമായ വിശുദ്ധനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശുദ്ധരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ പേരിന് കാരണഭൂതനായ വിശുദ്ധൻ അന്തോണിയോസ് പുണ്യാളനാണ്. അപ്പം അന്തോണിയോസ് പുണ്യാളൻ ചെറുപ്പം തൊട്ട് അന്തോണിയോസ് പുണ്യാളച്ചനോട് ഒരു പ്രത്യേക സ്നേഹവും ഒക്കെ എന്നെ ഇന്നും ഉണ്ട്. വചനപ്രഘോഷകനായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ കാണാതെ പോയ കാര്യങ്ങൾ ഒക്കെ ഉള്ള മധ്യസ്ഥനാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്തോണിയോസ് പുണ്യാളച്ചൻ നമ്മൾ എപ്പോഴും കേൾക്കുക. അപ്പോൾ അന്തോണിയോസ് പുണ്യാളച്ചനോട് പ്രത്യേക സ്നേഹം എന്നും എൻ്റെ ജീവിതത്തിലുണ്ട്. പിന്നെ അനേകം വ്യക്തികൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻ വികാരിമാരായിട്ടിരുന്നവർ, ഞാൻ പറഞ്ഞു മുരിങ്ങേലച്ചൻ. പിന്നെ എൻ്റെ മാതാപിതാക്കൾ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി അധ്വാനം ചെയ്ത് ജീവിക്കുന്ന അപ്പനും അമ്മയാണ് എനിക്കുള്ളത്. അപ്പോൾ അവരുടെ അധ്വാനവും അവരുടെ കഷ്ടപ്പാടും ഒക്കെ കണ്ടു തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതും. അതെന്നും എനിക്കൊരു മാതൃകയാണ്. നമ്മൾ പൗരോഹിത്യത്തിലാണെങ്കിലും നമ്മൾ ഒത്തിരി കഠിനാധ്വാനം ചെയ്ത് നമ്മൾ ജീവിക്കണം. നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവരെ നമ്മൾ ഒത്തിരി സ്നേഹിക്കണം. ഇറങ്ങിച്ചെന്നാലേ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കത്തുള്ളൂ. അപ്രകാരം കഠിനാധ്വാനം ചെയ്ത് ജീവിക്കണം എന്നൊരു സന്ദേശം നൽകുന്ന അനേകം പേര് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇടവകയിൽ തന്നെ വൈദികരുണ്ട്.
അപ്പം ഒത്തിരി വൈദികരുണ്ട്. ആൻഡ്രൂ കുട്ടിച്ചിറച്ചൻ അല്ലെങ്കിൽ ടെജി പുതൂരിക്കളച്ചൻ, അങ്ങനെ ഒത്തിരി വൈദികർ നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. തോമസ് വള്ളി താന്നീത്തച്ഛൻ, അങ്ങനെ കുറേ പേര്. ഇവരെല്ലാം നമുക്കൊരു മാതൃകയാണ്. എപ്രകാരം നമ്മൾ പൗരോഹിത്യത്തിൽ ജീവിക്കണം, കഠിനാധ്വാനത്തോടെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് ഇവരെല്ലാവരും. അപ്പം ഇത്രയും വിശേഷങ്ങൾ പങ്കുവെച്ചതിന് നന്ദി പറയുകയാണ്. എന്തായാലും ജിതിൻ പറഞ്ഞ പല കാര്യങ്ങളും ഉള്ളിൽ നിന്ന് സംസാരിച്ചതാണ്. തീർച്ചയായും പൗരോഹിത്യം എന്ന ഒരു വലിയ സന്തോഷത്തിലേക്ക് ജിതിൻ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷമുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നല്ല ശുശ്രൂഷകൾ ജിതിന് ഇടവകയിലൊക്കെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പട്ടക്രമത്തിൻ്റെ ശുശ്രൂഷയിലുള്ളൊരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധിയുള്ള പുരോഹിതരുടെ ഇടയിൽ ഉത്സാഹിയായി എണ്ണപ്പെടാൻ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് എനിക്കിപ്പോഴും വലിയൊരു ചിന്തയാണ് നൽകിയിട്ടുള്ളത്. കാരണം ഉത്സാഹിയായി എണ്ണപ്പെടാൻ പാടാണ്, അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം നമ്മൾ മനസ്സും ഹൃദയവും എല്ലാം അതിനുവേണ്ടി ഒരുങ്ങണം. അപ്പോൾ അങ്ങനെ വിശുദ്ധിയുള്ള പുരോഹിതരുടെ കൂട്ടായ്മയിലൊരു നല്ല ഉത്സാഹിയായിട്ടുള്ള ഒരു പുരോഹിതനായി ജിതിൻ്റെ കൂട്ടത്തിലുള്ള ബാക്കി 14 പേര്, ഈ വർഷം പൗരോഹിത്യം സ്വീകരിക്കുന്ന 14 പേരും അങ്ങനെ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് നന്ദി പറയും.